നമുക്കൊരാളോട് എപ്പോഴാണ് സ്നേഹം തോന്നുക? 3 കാരണങ്ങളാണ് അതിനുള്ളത്. അതിലൊന്നാമത്തത് കടപ്പാടാണ്, രണ്ടാമത്തത് പ്രതീക്ഷയാണ്, മൂന്നാമത്തത് മതിപ്പാണ്. ഈ 3 കാരണങ്ങൾ കൊണ്ടല്ലാതെ ഒരാളോട് ഒരിക്കലും നമുക്ക് സ്നേഹം തോന്നില്ല. നമ്മൾ പലയിടത്തും വായിക്കാറും കേൾക്കാറും ഒക്കെ ഉണ്ടെന്ന് അൺകണ്ടീഷണൽ ലവ്, നിരുപാധികമായ സ്നേഹം. അതൊരു മിത്താണ്. അങ്ങനെ ഒരു സംഭവം ഭൂമിയിൽ പഠിച്ചിട്ടില്ല. അൺകണ്ടീഷണൽ ലവ് എന്നൊന്നില്ല. ഈ 3 ഉപാധികളിൽ അധിഷ്ഠിതമായിരിക്കും ലോകത്തുള്ള എല്ലാ സ്നേഹവും. നിങ്ങൾ നേരത്തെ പരിശോധിച്ച് നോക്കുക. ഒന്നാമതായി ഞാൻ പറഞ്ഞ കടപ്പാട്. എന്റെ ഉമ്മയോടും എന്റെ ഉപ്പയോടും എനിക്കുള്ള സ്നേഹം എന്തിന്റെ പേരിലാണ്? ഇന്നലകളിൽ അവരെനിക്ക് എന്തൊക്കെയോ നൽകിയിട്ടുണ്ട്. എന്റെ ഉമ്മ എന്നെ ഗർഭം ധരിച്ചിട്ടുണ്ട്, വേദന സഹിച്ച് പ്രസവിച്ചിട്ടുണ്ട്. എന്റെ ശൈശവത്തിലും ബാല്യത്തിലും എന്റെ ഉപ്പ എന്നെ വളർത്തിയിട്ടുണ്ട്, പോറ്റിയിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവരോടുള്ള കടപ്പാടിന്റെ പേരിലുള്ള സ്നേഹമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഈ പറയുന്നത് ഖുർആനോ ഹദീസോ എന്നല്ലട്ടോ, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സംഗതികൾ. നമുക്ക് നമ്മുടെ ഉമ്മാനോടും ഉപ്പാനോടും നമുക്ക് തോന്നുന്ന, ഇനി അതല്ലാത്ത മറ്റു പലരോടും നമുക്കുള്ള സ്നേഹം ഇന്നലകളിൽ അവർ എന്തൊക്കെയോ നമുക്ക് നൽകിയത് കൊണ്ടാണ്, അവർ നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തത് കൊണ്ടാണ്. ഇനി നമ്മുടെ കുട്ടികളോട് നമുക്ക് സ്നേഹമുണ്ട്, മക്കളോട് നമുക്ക് സ്നേഹമുണ്ട്. അതിന്റെ അടിസ്ഥാനം എന്താണ്? അതിനൊരു പ്രതീക്ഷയുടെ വകയുണ്ട്. നാളെ എന്റെ വാർദ്ധക്യത്തിൽ ഞാൻ വയ്യാതെ കിടക്കുമ്പോ, എനിക്ക് കാലും കൈയും കൊണ്ട് നേരാവണ്ണം പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുമ്പോ ഈ കുഞ്ഞാണ് എന്റെ സംരക്ഷണത്തിന് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ നാളെ ഞാൻ മൺമറഞ്ഞ് മണ്ണിനടിയിലായി കഴിഞ്ഞാൽ എന്റെ അമലുകൾ മുഴുവൻ മുറിഞ്ഞു പോകുമ്പോ ഇവനാണ് അല്ലെങ്കിൽ ഇവളാണ് എനിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന പ്രതീക്ഷയാണ് പലപ്പോഴും നമ്മുടെ മക്കളോടുള്ള നമ്മുടെ സ്നേഹത്തിന് കാരണം. ഇനി ഇതൊന്നും അല്ലാത്ത വേറൊന്നുണ്ട്, മതിപ്പാണ്. നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലാത്ത, ഇനി ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധ്യതയുമില്ലാത്ത ആളുകളോട് നമുക്ക് സ്നേഹം തോന്നാറുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, പല കായിക താരങ്ങളോടും വളരെ വലിയ സ്നേഹമുള്ള ആളുകൾ, അവരെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും. എന്തുകൊണ്ടാണ്? ഇന്നലകളിൽ അവരെന്തെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുത്തോ? ഇല്ല. ഇനി നാളെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താണ്? അവരിലുള്ള കഴിവുകളും അവരുടെ വ്യക്തിത്വവും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വന്ന സ്നേഹമാണ്. ഈ 3 ഉപാധികളിലല്ലാതെയുള്ള ഒരു സ്നേഹവും പ്രിയപ്പെട്ടവരെ മനുഷ്യരുടെ ഹൃദയത്തിലും മനസ്സിലും ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം. ഇനി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ 3 മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും നമുക്ക് അതിയായ സ്നേഹം ഉണ്ടാകേണ്ടതുണ്ട്. ഒന്നാമത്തെ വിഷയം നമുക്ക് എടുത്തു നോക്കാം. ഒന്നാമതായി, അള്ളാന്റെ റസൂല് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തായിരിക്കും നമ്മുടെ മറുപടി? തീർച്ചയായും ചെയ്തിട്ടുണ്ട്. ഈ ലോകത്ത് ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം എന്റെ പ്രവാചകൻ, എന്റെ റസൂൽ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് നമ്മൾ. ഏറ്റവും തുടക്കം തന്നെ വഹി എന്ന് പറയുന്നത്, നുബുവത്ത് എന്ന് പറയുന്നത് എത്രമാത്രം വലിയ ഭാരമാണ്, ടാസ്കാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാന് ഈ മിമ്പറിൽ വെച്ചിട്ട് നിങ്ങളോട് പറയാണ്, ഞാനൊരു പ്രവാചകനാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ പ്രതികരിക്കുക? നിങ്ങൾ എന്നെ കല്ലെറിയൂലേ? നിങ്ങൾ എന്നെ ചങ്ങലക്കിടൂലേ? നിങ്ങൾ എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോലേ? ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് ജുമാ നിസ്കരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയാണ്, ഞാൻ പ്രവാചകനാട്ടോ, ഞാൻ പ്രവാചകനാണ്, എല്ലാവരും എനിക്ക് വഹി വരുന്നുണ്ട്, മലക്കൾ എന്നോട് വന്ന് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതുവരെ അയാൾക്കുണ്ടായിരുന്ന എല്ലാ അന്തസ്സും എല്ലാ പേരും എല്ലാം അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ആളുകൾ അയാളെ ഭ്രാന്തരെന്നും തലയ്ക്ക് സുഖമില്ലാത്തവരെന്നും മാനസിക രോഗിയെന്നും വിളിക്കാൻ, ഞാൻ പ്രവാചകനാണ് എന്ന് സമൂഹത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുക എന്നതൊരു ചെറിയ ടാസ്ക് അല്ല, ചെറിയ ബുദ്ധിമുട്ടുള്ള വിഷയമല്ല, അത് വലിയ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റത്. എങ്ങനെയാ പ്രതികരണം ഉണ്ടായത്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ പ്രവാചകനെ ഭ്രാന്തെന്ന് വിളിച്ചു, മസ്ഹൂർ എന്ന് വിളിച്ചു, സാഹിർ എന്ന് വിളിച്ചു, കുത്തിത്തിരിപ്പാരെന്ന് വിളിച്ചു, മനോരോഗി എന്ന് വിളിച്ചു, എന്തൊക്കെ വിളിക്കാൻ പറ്റുമോ അതെല്ലാം വിളിച്ചു. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പറഞ്ഞില്ല, പടച്ചോനെ ഈ ദൗത്യം എനിക്ക് പറ്റൂലട്ടോ, എനിക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് പ്രവാചകൻ പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ടാണ്? എന്റെ ഉമ്മത്തിന് ഇത് എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ബാധ്യത എന്റേതാണ്, അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ബാധ്യത എന്റേതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഇന്ന് കഫോദിയല്ലോ നമ്മളൊക്കെ. കഫിന്റെ 6ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുന്നത് എന്താണ്?
فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. അള്ളാന്റെ റസൂലേ, അവർ അങ്ങയെ വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ, അവരങ്ങ് പ്രവാചകനാണെന്ന് വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ അവരുടെ പിന്നാലെ നടന്ന് അങ്ങയുടെ പ്രയാസം കാരണം, ബുദ്ധിമുട്ട് കാരണം, മനോവ്യത കാരണം അങ്ങയുടെ ജീവൻ പോലും അപകടത്തിലായേക്കുമാറങ്ങ് വിഷമിക്കുകയാണ്. എന്താ കാരണം? ഞാൻ പ്രവാചകനാണെന്ന് എന്റെ ഉമ്മത്തിൽ പല ആളുകളും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവർ നരകത്തിൽ പോകും, അവർക്ക് സ്വർഗം നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമാത്രം വേദനിപ്പിച്ചത്, പ്രയാസപ്പെടുത്തിയത്. ആലോചിച്ച് നോക്ക്. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞെന്താ? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി, അങ്ങ് വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങയുടെ ജോലി പറഞ്ഞു കൊടുക്കൽ മാത്രമാണ്, അവരുടെ കാര്യത്തിൽ അങ്ങ് അധികാരപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. റസൂൽ എന്ത് ചെയ്താൽ മതിയാ? ഞാൻ പറയേണ്ടത് പറഞ്ഞല്ലോ, ഇനി എനിക്കെന്താ എന്ന് വിചാരിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല. അവരുടെ പിന്നാലെ നടന്ന് അവർക്ക് ദഅവത്ത് പറഞ്ഞു കൊടുത്ത്, നല്ലത് പറഞ്ഞു കൊടുത്ത് അവർ വിശ്വസിക്കാതെ ആയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രയാസപ്പെട്ടു, ബുദ്ധിമുട്ടി, വേദനിച്ചു. എത്രത്തോളം? റസൂലിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. ഇനി പ്രവാചകൻ നമുക്ക് വേണ്ടി അഭിമാനം പണയപ്പെടുത്തിയ പല സന്ദർഭങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്റെ പരിചയത്തിലുള്ള എന്റെ ഒരു അടുത്ത സുഹൃത്ത്, എനിക്ക് പരിചയമുള്ള ഒരു വലിയ പണക്കാരന്റെ കയ്യിൽ നിന്ന് 50,000 രൂപ കടം വാങ്ങാൻ മേടിക്കാം. ശരിക്കും ശ്രദ്ധിക്കണം. ഒരു 50,000 രൂപ എനിക്ക് നല്ല പരിചയമുള്ള ഒരു പണക്കാരന്റെ കയ്യിൽ നിന്ന് എന്റെ സുഹൃത്ത് കടം വാങ്ങിയായിരിക്കാം. ഒരു മാസം കഴിഞ്ഞിട്ട് എന്റെ സുഹൃത്ത് എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എടാ ഈ 50,000 മുഴുവൻ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂല, 5,000 രൂപ ഒന്ന് കുറച്ചു തരാൻ പറയും. നീ പറഞ്ഞ മൂപ്പര് കേൾക്കും, ഒന്ന് പറയും. മനസ്സോടെ മടിച്ച് ഞാൻ ആ പൈസക്കാരുടെ അടുത്ത് പോയിട്ട് പറയാണ്, ഇക്ക നിങ്ങൾ ഓന് ഒരു 5,000 രൂപ കുറച്ചു കൊടുക്കണം, 45,000 തിരിച്ചു തന്നോളും, ഓന് പറ്റാത്തോണ്ടാണ്. പിറ്റേത്തെ മാസം ഇതേ ചങ്ങായി വന്നിട്ട് വീണ്ടും പറയണം, ഈ 45 എന്നെ കൊണ്ട് പറ്റൂല, ഒരു 5 രൂപ കൂടി കുറച്ച് 5,000 രൂപ കൂടി കുറച്ചു തരാൻ പറയും, 40,000 ഞാൻ വീടിക്കോളാം, കുഴപ്പമില്ല. നമ്മൾ വീണ്ടും മനസ്സോടെ വീണ്ടും മോന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഗത്യം തരില്ലാതെ നമ്മളാ പണക്കാരന്റെ അടുത്ത് പോയിട്ട് പറയാണ്, ഒരു 5 രൂപ കൂടി നിങ്ങൾ കുറച്ചു കൊടുക്കണം, വേറെ നിവൃത്തിയില്ല. അങ്ങനെ അയാൾ അതും കുറച്ചു തരികയാണ്. പിറ്റേത്തെ മാസം വീണ്ടും ഇവൻ വന്നിട്ട് പറയാണ്, എനിക്ക് 40,000 കൊടുക്കാൻ യാതൊരു നിവൃത്തിയില്ല, നീ ഒന്ന് പോണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഒരു ഒറ്റ ഒന്ന് കൊടുക്കൂലോന് അല്ലെ? നമ്മൾ കൊണ്ടുപോകുമോ ആ പണക്കാരൻ്റെ അടുത്തേക്ക്? നമ്മൾ തയ്യാറാവോ? ഇല്ല. എന്താ കാരണം? നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുമെന്ന ബോധം നമുക്കുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജിന്റെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വഖത്ത് നിസ്കാരം നൽകിയത്? 50 വഖത്ത് നിസ്കാരം. എത്ര വഖത്ത് നിസ്കാരം? 50 വഖത്ത് നിസ്കാരം. 6ാമത്തെ ആകാശത്ത് നിന്ന് മൂസാ നബി പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ഉമ്മത്തിന് ഇതൊന്നും നിസ്കരിക്കാൻ കഴിയൂല കേട്ടോ, ഇതൊന്നും നിർവഹിക്കാൻ അങ്ങയുടെ ഉമ്മത്തിന് കഴിയൂല, അതൊരു തിരിച്ചു പോ എന്നിട്ട് കുറച്ചു തരാൻ പറയും. തിരിച്ചുപോയി 7ാമത്തെ ആകാശത്തിലേക്ക് അള്ളാഹുവിനോട് പറഞ്ഞു, എന്റെ ഉമ്മത്തിന് കുറച്ചു കൊടുക്കണം. അള്ളാഹു 5 കുറച്ചു കൊടുത്തു, 45 വഖത്തായി. തിരിച്ചു വന്നു. മൂസാനെ പറഞ്ഞു, ഇതും പറ്റൂല. പോയി 9 തവണ തന്റെ ആത്മാഭിമാനം പണയം വെച്ച്, തന്റെ അഭിമാനം നോക്കാതെ, തന്റെ വേദനകളും പ്രയാസങ്ങളും നോക്കാതെ 9 തവണ 7ാമത്തെ ആകാശത്തിലേക്ക് ആവർത്തിച്ച് തിരിച്ചു കയറി. എന്തിന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു. തന്റെ ഉമ്മത്തിന് എളുപ്പമുണ്ടാക്കണം എന്ന ഒരൊറ്റ ആഗ്രഹം കൊണ്ട് മാത്രം, തന്റെ ഉമ്മത്തിന് ഒരു പ്രയാസം ഉണ്ടാകരുത് എന്ന ആ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 വഖ്തും കൊണ്ട് തിരിച്ചു വരുമ്പോൾ മൂസാ നബി വീണ്ടും പറഞ്ഞു, അങ്ങയുടെ ഉമ്മത്തിന് ഇത് നിർവഹിക്കാൻ കഴിയൂല കേട്ടോ. റസൂൽ പറഞ്ഞു, ഇനി പോകാൻ എനിക്ക് വയ്യ, ഇനി പോകാൻ എന്റെ അഭിമാനം എന്നെ അനുവദിക്കുന്നില്ല, ഞാൻ ഇതും കൊണ്ട് തിരിച്ചു പോവാണെന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങോട്ട് ഈ ഭൂമിയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. ആലോചിച്ചു പ്രിയപ്പെട്ടവരെ, എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ വിഷയത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. തറാവീഹ് നിസ്കരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിന്റെ ദിവസം. 1ാമത്തെ ദിവസം നിസ്കരിച്ചു, ജനങ്ങളൊക്കെ കൂടി നിസ്കരിച്ചു. 2ാമത്തെ ദിവസം നിസ്കരിച്ചു, ജനങ്ങളൊക്കെ കൂടി നിസ്കരിച്ചു. 3ാമത്തെ ദിവസം ഇങ്ങനെ ദിവസങ്ങൾ ആവർത്തിച്ചു വന്നപ്പോൾ പിന്നെ പ്രവാചകൻ തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാതെയായി. ആളുകൾ ചോദിച്ചു, റസൂലിനെ ഇന്നലകളിലൊക്കെ നിങ്ങൾ നിസ്കരിച്ചല്ലോ, എന്താണ് വീണ്ടും നിങ്ങൾ നിസ്കരിക്കാത്തത്, എന്താണ് പതിവാക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിന് അള്ളാഹു അത് ഫർളാക്കി കളയുമോ, നിർബന്ധമാക്കി കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അവർ വേദനിച്ചു പോകും, പ്രയാസപ്പെട്ടു പോകും എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗലാ അശുഖ അൻ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്. എന്റെ ഉമ്മത്തിന്
പ്രയാസമാവില്ല എങ്കിൽ, ബുദ്ധിമുട്ടാവില്ല എങ്കിൽ ഞാൻ അവരോട് മിസ്വാക്ക് എപ്പോഴും നിർബന്ധമാക്കുമായിരുന്നു. അത്രത്തോളം പ്രിയപ്പെട്ടവരെ, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് പടക്കുകയായി, അവിടുത്തെ മനസ്സ് വേദനിക്കുകയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു ഉത്തരം കിട്ടുന്ന ഒരു ദുആ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ദുആ. ആ ദുആ എല്ലാ പ്രവാചകന്മാരും അത് ഉപയോഗിച്ചിട്ടുമുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദുആ മാറ്റിവെച്ചു. എപ്പോഴേക്ക് വേണ്ടി മാറ്റിവെച്ചെന്നറിയോ? ഹശ്റിന്റെ മൈതാനിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ വാ തുറക്കുന്നതിന് സകല പ്രവാചകന്മാരും ഭയപ്പെടുമ്പോ തന്റെ ഉമ്മത്തിന് വേണ്ടി ശഫാഅത്ത് നൽകാൻ, തന്റെ ഉമ്മത്തിന് വേണ്ടി സംസാരിക്കാൻ, അള്ളാഹുവിന്റെ മുന്നിൽ കേണ് പറയാൻ ആ അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിവെച്ചു. നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മാറ്റിവെച്ചു. പ്രിയപ്പെട്ടവരെ, ഇത്രയെല്ലാം നമുക്ക് വേണ്ടി ചെയ്ത ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് കടപ്പാടില്ലേ? നമുക്ക് കൃതജ്ഞതയില്ലേ? ഇനി പ്രവാചകനിൽ നമുക്ക് പ്രതീക്ഷയില്ലേ? നാളെ മഹ്ശറയിൽ നമ്മുടെ ആ വിചാരണ മുഖവിലക്കെടുക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിലൂടെയാണ്. പിന്നെ മതിപ്പോ എമ്പാടും റസൂലുള്ളാഹിനോട് തോന്നുന്നതിനേക്കാൾ മതിപ്പ് മറ്റാരോടാണ് നമുക്ക് തോന്നുക? പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ചരിത്രം മനസ്സറിഞ്ഞു വായിച്ച ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിനന്ദിക്കാതിരുന്നത്? ഗാന്ധിജി പോലും പറഞ്ഞിട്ടില്ലേ വളരെ കൃത്യമായി, want to know the life of the one who holds today an undisputed sway over the millions of the hearts of mankind എന്ന് തുടങ്ങുന്ന ഗാന്ധിജിയുടെ ആ വരികൾ നമ്മൾ എത്രയോ തവണ കേട്ടതും വായിച്ചതുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനിതര സാധാരണമായ വ്യക്തിത്വം, ആരും ആശിച്ചു പോകുന്ന, ആഗ്രഹിച്ചു പോകുന്ന, ബഹുമാനിച്ചു പോകുന്ന, ആദരിച്ചു പോകുന്ന തരത്തിലുള്ള ആ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് ആർക്കാണ് മതിപ്പ് തോന്നാത്തത്? അതുകൊണ്ട് ഈ മൂന്ന് മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാതിരിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് സ്നേഹിച്ചിട്ടില്ലേ? തീർച്ചയായും സ്നേഹിച്ചിട്ടുണ്ട്. ഉഹുദിൽ ഒരു സഹാബി പിടിക്കപ്പെടാൻ, എന്നിട്ട് ആ സഹാബിയുടെ താടിയലിലേക്ക് കുന്തം ഇങ്ങനെ കുത്തിയിട്ട് ശത്രുക്കൾ ചോദിക്കാണ്, ഇപ്പൊ നീ വിചാരിക്കുന്നില്ലേ മുഹമ്മദ് ആയിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ആ കുന്തം അങ്ങോട്ട് കുത്തിക്കഴിഞ്ഞാൽ താടിയലിന്റെ ഉള്ളിലൂടെ തറച്ചു കയറി ആ സഹാബി മരിക്കാൻ പോവാൻ? ആ സമയത്ത് പോലും ആ സഹാബി പറഞ്ഞെന്താണെന്നറിയോ? എന്റെ ഈ സ്ഥാനത്ത് ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടാലും, എന്റെ കഴുത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഈ കടാര കുത്തിയിറക്കിയാലും, എന്റെ പ്രവാചകന്റെ കാലിലേക്ക് ഒരു മുള്ളു തറക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ കഴുത്തിലേക്ക് നിങ്ങൾ കടാര കുത്തിയിറക്കുന്നതാണ് എന്ന് പറഞ്ഞു സഹാബി. ആ സഹാബി അങ്ങനെ എത്രയെത്ര സഹാബിമാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിന്റെ ഭൂമിയിൽ ആക്രമിക്കപ്പെട്ടപ്പോ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ശരീരത്തിലേറ്റ ശരങ്ങളാൽ മുള്ളം പന്നിയെ പോലെ ആയി. അത്രത്തോളം ശരങ്ങളും വാളുകളും വന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പതിച്ചു എന്നാണ്. ചോര വാർന്നൊഴുകിയ സമയത്തും ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം വിടാതെ ആ പ്രവാചകന്റെ ചുറ്റിലും തന്റെ തടി കൊണ്ട് ശീല തീർത്തു ആ മഹാനായ സഹാബി വര്യൻ. എത്രയെത്ര സംഭവങ്ങളാണ്. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അവസാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് തലമറച്ചാൽ കാലുമറയാത്ത, കാലുമറച്ചാൽ തലമറയാത്ത ഒരു കണ്ടം തുണി മാത്രമാണ്. എന്നാൽ മക്കയിലെ കുബേരപുത്രനായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ. മക്കയുടെ യുവാക്കളെ ഹരം കൊള്ളിച്ചിരുന്ന, ഷാമിൽ നിന്നും സിറിയയിൽ നിന്നും കൊണ്ടുവന്ന വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് മറ്റു യുവാക്കളെ കോരിക്കരിപ്പിച്ചിരുന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം കൊണ്ട് എല്ലാം ത്യജിച്ചു, എല്ലാം നൽകി. സഹാബത്ത് സ്നേഹിച്ചു, അങ്ങേയറ്റം സ്നേഹിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ആ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് അങ്ങേയറ്റം പാടി, കഴിയുമ്പോഴെല്ലാം മദ്ഹ് പാടി. റസൂലിനെ കുറിച്ചുള്ള മദ്ഹ് പറഞ്ഞു, റസൂലിനെ കുറിച്ചുള്ള മദ്ഹ് പറഞ്ഞു നടന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മദ്ഹ് പറയുന്നതിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ പരിധി വെച്ചിട്ടുണ്ട്. എന്തും പറയാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താണ്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ ഒരു കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ അവരവന്റെ സീറ്റുറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. സത്യത്തിന്റെ കണികയില്ലാത്ത എന്തെങ്കിലും ഒന്ന് സ്വഹാബത്തിൽ നിന്നോ അവരുടെ കുടുംബത്തിൽ നിന്നോ ഉണ്ടായി കഴിഞ്ഞാൽ ആ നിമിഷം റസൂൽ ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, അരുത്, അത് പറയരുത്. കാരണം ഒരു കല്യാണ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ പാടാണ്, ചെറിയ പെൺകുട്ടികളാണ്. അവരിങ്ങനെ മദ്ഹ് പാടുമ്പോൾ റസൂൽ അവരെ തടഞ്ഞില്ല. പാടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ആ മക്കൾ പാടി അവസാനം എന്ത് പാടിയെന്നറിയോ?
ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുന്ന പ്രവാചകൻ ഞങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ അവിടെ നിർത്തുക, അതിന്റെ അപ്പുറത്ത് നിങ്ങൾ പാടരുത്. അതാണ് പരിധി, അതില്ലാത്തതാണ്. നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ആർക്കറിയില്ല, റസൂലിനറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അത് പാടരുത് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തടഞ്ഞു. നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രൻ ഇബ്രാഹിം മരിച്ചു. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ധാരധാരയായി ഒഴുകി. അതേ ദിവസം തന്നെ മദീനയിൽ സൂര്യഗ്രഹണം ഉണ്ടായി. പ്രവാചകനോടുള്ള അമിതമായ സ്നേഹം കാരണം സ്വഹാബത്ത് പറഞ്ഞു, ഇതാ കണ്ടോ, ഞങ്ങളുടെ പ്രവാചകന്റെ മകൻ മരിച്ചപ്പോ, ഞങ്ങളുടെ പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞപ്പോ, ഞങ്ങളുടെ പ്രവാചകന്റെ മുഖം വാടിയപ്പോ സൂര്യന് പോലും ഗ്രഹണം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പറഞ്ഞോ മദ്ഹല്ലേ എന്ന് പറഞ്ഞിട്ട് പറയാൻ അനുവദിച്ചോ? ഇല്ല, ഓടിപ്പോയി മിമ്പറിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നശംസ വൽ ഖമറ ആയതൈനി മിൻ ആയാതില്ലാ, നിശ്ചയം സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനമോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണമോ സൂര്യചന്ദ്രാദികളുടെ ഉദയാസ്തമയങ്ങൾക്കോ ഗ്രഹണങ്ങൾക്കോ കാരണമാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയിട്ട് തന്റെ ഉമ്മത്തിന് തിരുത്തിക്കൊടുക്കാണ്. ഇതാണ് പ്രവാചകന്റെ മദ്ഹ് പറയുന്നതിലെ പരിധി. എന്നാൽ റബീഉൽ അവ്വൽ മാസം ആരംഭിച്ചു പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന പള്ളിയുടെ മിനാരങ്ങളിൽ ഘടിപ്പിച്ച ബോക്സുകളിൽ നിന്ന്, മൈക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സകല പരിമിതികളും ലംഘിച്ചുകൊണ്ടുള്ള മങ്കൂസ് മൗലൂദിന്റെ വരികളാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ നാം കേൾക്കാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ റസൂൽ ആ മദ്ഹിന് ഒരു പരിധി വെച്ചിട്ടുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് ഒരാൾ പാടിക്കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടുന്നതിന് പകരം ശിക്ഷ കിട്ടും, സ്വർഗം കിട്ടുന്നതിന് പകരം നരകം കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനുഗ്രഹം കിട്ടുന്നതിന് പകരം ശാപം കിട്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ. പ്രിയപ്പെട്ടവരെന്റെ കയ്യിലുള്ളത് മങ്കൂസ് മൗലൂദിന്റെ വരികളാണ്. മങ്കൂസ് മൗലൂദിന്റെ കോപ്പിയാണ്. നിങ്ങളത് വായിച്ചു നോക്കണം. അത് തുടങ്ങുന്നത് തന്നെ, മങ്കൂസ് മൗലൂദ് തുടങ്ങുന്നത് തന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനത്തിന്റെ വിപരീതമായിട്ടാണ്. ഇവിടെ നമുക്ക് കാണാം. അതിന്റെ രണ്ടാമത്തെ ഖണ്ഡികയിൽ തന്നെ അവർ പറയാണ്, അദ്ദേഹത്തിന്റെ പ്രകാശത്തെ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ ഈ മഹാപ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ മുന്നേ സൃഷ്ടിച്ചു എന്നാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്? ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് എന്താണ്? പേനയാണ്. എന്നാൽ മങ്കൂസ് മൗലൂദാരൻ പറയുന്നത് എന്താണ്? അള്ളാഹു എല്ലാം സൃഷ്ടിക്കുന്നതിന് ആദ്യം സൃഷ്ടിച്ചത് ഏതാണ്? അള്ളാഹിന്റെ റസൂലിന്റെ പ്രകാശമാണ്. തെറ്റ്. മങ്കൂസ് മൗലൂദ് തെറ്റ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ശരി. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ, അതിഗുരുതരമായ ആരോപണങ്ങൾ. അതാണ് മങ്കൂസ് മൗലൂദിന്റെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അത്ഭുതപ്പെട്ടോ നമ്മൾ ഇതിന്റെയൊക്കെ വരി വായിച്ചു നോക്കിയാൽ? പ്രിയപ്പെട്ടവരെ നോക്ക് നിങ്ങൾ. അലാഹു വല്ലദീ തവസ്സല ബിഹി ആദമു അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിനെ തവസ്സുലാക്കി എന്നാണ് പറയുന്നത്. റസൂൽ ജനിച്ചിട്ടില്ല, പ്രവാചകൻ ജനിച്ചിട്ടില്ല, ആമിന ബീവി ജനിച്ചിട്ടില്ല, ഹാഷിം കുടുംബത്തിൽ ആരും ജനിച്ചിട്ടില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തവസ്സുൽ ചെയ്തു. തെറ്റ്, ഒരിക്കലും സംഭവ്യമല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോ പറഞ്ഞത് എന്ത്? ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു പറയാണ്, അവർ രണ്ടുപേരും പറഞ്ഞു, ആദമും ഹവ്വയും പറഞ്ഞു. എന്താണ് പറഞ്ഞത്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ظلمنا أنفسنا, ഞങ്ങളുടെ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തു പോയി. وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ. പ്രിയപ്പെട്ടവരെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന ഏതാണ്? എന്നാൽ മങ്കൂസ് മൗലൂദിൽ പറയുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് തവസ്സുൽ ചെയ്തു എന്നാണ്. അവിടെ അവസാനിച്ചില്ല. വസ്തഗാസ ബിഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഫനജാ മിനർ റദാ. അഊദു ബില്ലാഹ്. ഏറ്റവും വലിയ അപകടമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം തേടി എന്നാണ് പറയുന്നത്. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകളാണ് പള്ളി മെമ്പറുകളിൽ നിന്നും മിനാരങ്ങളിൽ നിന്നും പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിനോട് ഇസ്തിഗാസ നടത്തി.
റസൂലിനെ വിളിച്ചു തേടി. റസൂലിനോട് മഅദല്ലാഹ്, ഇതിനേക്കാൾ വലിയ അപകടം വേറെ എന്താ വരാനുള്ളത്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തെന്താണ്? ഖുർആൻ പറയുന്നുണ്ട്, റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ. എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ എന്ന് വിളിച്ചിട്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്. അള്ളാന്റെ റസൂലിനെ വിളിച്ചിട്ട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടില്ല, ഇസ്തിഗാസ നടത്തിയിട്ടില്ല. അവിടെയും നിർനില കൊണ്ടും പറയാണ്, വകാന ഫീ സുൽബി ഇബ്രാഹീമ അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസാറ ലഹ്ബുഹാ മുഹ്മദാ. കേട്ടാ നിങ്ങൾ അത്ഭുതപ്പെടും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ടപ്പോ ആ തീ ഊതി അടച്ചത് ആരായിരുന്നു പോലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു പോലും. ഇതാണ് പറയുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ CM മടവൂരിനെ കുറിച്ച് ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം, എങ്ങനെയാ ഇവർക്ക് ഇതൊക്കെ പറയാൻ സാധിക്കുക? ഈ ജാതി സാധനങ്ങളാണ് കൊല്ലങ്ങളായി ഓതിക്കൊണ്ടിരിക്കുന്നത്. ഈ ജാതി സാധനങ്ങളാണ് കൊല്ലങ്ങളായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് പിന്നെ അവിടേക്കല്ലാതെ വേറെ എവിടെ തരാ സഹോദരങ്ങളെ? ഇവിടുന്ന് പിന്നെ CM മടവൂരിനെ കുറിച്ചുള്ള അത്തരത്തിലുള്ള വാദഗതികളിലേക്കല്ലാതെ മറ്റെവിടെത്താനാണ്? ഇനി മൂന്നാമത്തെ അപകടം എന്താണ്? പച്ചയായി അല്ലാഹുവിന്റെ റസൂലിനോട് തൗബ ചെയ്യുകയാണ്. ഇത് തകബതു അലൽ ഖതാ ഗൈറ ഹസ്രി വഅജാദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപമെന്ന വാഹനമേ അറ്റമില്ലാതെ ഞാൻ കയറിയിരിക്കുകയാണ് റബ്ബേ, എന്നെ കയറിയിരിക്കുകയാണ് നബിയെ. അങ്ങയോട് ഞാൻ അന്യായം ബോധിപ്പിക്കുകയാണ്, അങ്ങയോട് ഞാൻ പൊറുക്കലിനെ തേടുകയാണ്, എന്നെ കൈപിടിക്കണേ, എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിനോട് പച്ചയായി ഇസ്തിഗ്ഫാർ നടത്തുന്ന, അള്ളാന്റെ റസൂലിനോട് പച്ചയായ പാപമോചനം നടത്തുന്ന അപകടകരമായ വരികളാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ് പടച്ചറബ് ഖുർആനിൽ നമ്മോട് ചോദിക്കുന്നത്? പാപങ്ങൾ പുറത്തു തരണമെന്ന് അള്ളാഹു അല്ലാതെ മറ്റാരാണ്? അടിമയുടെ പാപം പുറത്താൻ റബ്ബിനല്ലാതെ മറ്റാർക്കാണ് അധികാരമുള്ളത്? ഇവിടേതാ മങ്കൂസ് മൗലൂദുകാരൻ പറയാണ്, അള്ളാഹ്ക്ക് മാത്രമല്ല പാപം പുറക്കാൻ അധികാരം, എന്റെ റസൂലിനും പാപം പുറക്കാൻ അധികാരമുണ്ടെന്ന് പറയുകയാണ്. ഇതാണ് മങ്കൂസ് മൗലൂദേ. അടുത്ത അപകടം എന്ന് പറയുന്നത്, നാലാമത്തെ അപകടം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ നരകമോചനത്തിന് തേടാറുണ്ട്. ആരോടാ തേടല്? എന്നെ നരകത്തിന് രക്ഷിക്കണമെന്ന് ആരോടാ നമ്മൾ തേടല്? അള്ളാഹുവിനോട്. എനിക്ക് സ്വർഗം നൽകണമെന്ന് ആരോടാ നമ്മൾ തേടല്? അള്ളാഹുവിനോട് അല്ലെ? പക്ഷേ മങ്കൂസ് മൗലൂദ് പറയുന്നത് എന്താണ്? യാ റബ്ബി സല്ലി അലൻ നബിയ്യ മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് പറയുകയാണ്, മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. നാളെ ശക്തികൾ മുഴുവൻ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നവരായ നബിയേ. അപകടം പിടിച്ച വരികയാണ്, തെറ്റായ വരിയാണ്, ശിർക്കിന്റെ വരിയാണ്. നരകത്തിൽ നിന്ന് മോചനം നൽകാൻ അല്ലാഹുവിന്റെ റസൂലിന് ഒരിക്കലും സാധ്യമല്ല. പ്രവാചകൻ റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലൊരു അധികാരം കൊടുത്തിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ് അഫഅൻത തുഖിദു മൻ ഫിന്നാർ. ഒരാളുടെ മേൽ ശിക്ഷയുടെ വാക്കുറച്ചു കഴിഞ്ഞാൽ, നരകത്തിൽ പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ റസൂലേ അങ്ങേക്ക് കഴിയുമോ അയാളെ രക്ഷിക്കാൻ? അല്ലാഹ് ഈ ചോദിച്ചതിന്റെ അർത്ഥം എന്താണ്? അങ്ങേക്ക് കഴിയില്ല, പ്രവാചകന് കഴിയില്ല. റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാണ്? ഫാത്തിമ തുഖ്തു ഖൽബി. ഫാത്തിമന്റെ കരളിന്റെ കഷ്ണാണ് റസൂൽ പറഞ്ഞത്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മോളെ, ഈ ദുനിയാവിൽ എന്റെ സമ്പത്തിന്റെ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരും, എനിക്ക് പറ്റുന്ന എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിലും ഞാൻ നിനക്ക് ചെയ്തു തരും. പക്ഷേ നരകത്തിൽ നിന്ന് മോളുടെ സ്വന്തം തലയെ കാത്തുരക്ഷിക്കണം കേട്ടോ. ഈ വാപ്പാക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഈ ഉപ്പാക്കൊന്നും ചെയ്യാൻ പറ്റൂല. ആരോടാ പറയുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹയോടാണ് പറയുന്നത്. അബൂ താലിബ് മരിക്കാൻ കിടക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അത്രത്തോളം ത്യാഗം ചെയ്ത മറ്റൊരു മനുഷ്യരില്ല. അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോ ആ അബൂ താലിബിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ അളാപ്പ ഒരൊറ്റ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഒറ്റൊട്ട നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് കെഞ്ചാണ്. എന്താ റസൂൽ ചെയ്താൽ പറയും, ഞാൻ പ്രവാചകനല്ലേ, നിങ്ങൾ ഇഷ്ടമല്ലോ മരിച്ചോളാം, അപ്പൊ ഞാൻ നോയിക്കോളാം എന്ന് പറഞ്ഞോ? ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ലെങ്കിൽ നരകത്തിൽ നിന്ന് അബൂ താലിബിനെ രക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമല്ല.
എന്നിട്ട് പ്രവാചകൻ വേദനയോടുകൂടി ഇറങ്ങി നടന്നപ്പോ അള്ളാഹ് പറഞ്ഞു കൊടുത്തത് എന്താണ്? റസൂലെ പേടിക്കണ്ട, അങ്ങയുടെ എളാപ്പല്ലേ, ഞാൻ കൈകാര്യം ചെയ്താൽ അത് ചെയ്തോളാൻ വേണ്ട പോലെ എന്ന് പറഞ്ഞോ? ഇല്ല. അള്ളാഹ് തിരുത്തി കൊടുക്കാൻ, അങ്ങയ്ക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ അങ്ങക്ക് പറ്റൂല കേട്ടോ. അങ്ങയ്ക്ക് ഇഷ്ടമുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനായി അങ്ങയ്ക്ക് പറ്റൂല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളുകളെയാണ് ഹിദായത്തിലേക്ക് കൊണ്ടുവരിക. പടച്ചോലിച്ചുള്ള ആളുകൾക്ക് മാത്രമേ ഹിദായത്ത് കൊടുക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. നബിയോട് അല്ലാഹ് പറയാണ്, ഖുൽ നബിയെ പറയുക, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. എന്താ പറയേണ്ടത്? എന്റെ സ്വന്തത്തിന് പോലും ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് എന്താണ്? ഖുൽ നബിയെ പറയുക, ഇന്നമാ, തീർച്ചയായും ഒരു കാര്യം, അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ. ഇത് ഖുർആനാണ്. സകല സംഘടനകളെയും പരിഭാഷകൾ എടുത്ത് പരിശോധിച്ച് നോക്കുക, ഒറ്റ അർത്ഥത്തിനുള്ളൂ. അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ്. എനിക്ക് വിശക്കും, എനിക്ക് ദാഹിക്കും, എനിക്ക് കരച്ചിൽ വരും, എനിക്ക് സങ്കടം വരും, എനിക്ക് സന്തോഷം വരും, എനിക്ക് എന്റെ ശാരീരികമായ മാനസികമായ ആവശ്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. യൂഹാ ഇലൈ, എന്റെ പ്രത്യേകത എന്താ? എനിക്ക് വഹ്യ് നൽകപ്പെടുന്നു. എന്താ വഹ്യ് നൽകപ്പെടുന്നത്? അതും അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാകുന്നു എന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമാണ് എനിക്ക് വഹ്യ് നൽകപ്പെടുന്നത് എന്ന് അല്ലാഹു റസൂലിനോട് പറയാൻ കൽപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ എതിരാണ് മങ്കൂസ് മൗലിദിലെ മുൻജുൽ ഖലാഇഖി മിൻ ജഹന്നമ ഫീ ഗദി, നാളെയുടെ ദിവസത്തിൽ അല്ലാഹുവിന്റെ ജഹന്നമിൽ നിന്ന് സൃഷ്ടികളെ രക്ഷിക്കുന്നവരായിരുന്നു എന്ന് വിളിച്ചിട്ടുള്ള പ്രാർത്ഥന. ഇനിയും ഒരുപാട് വരികളുണ്ട്. നമ്മുടെ സമയം അത് മുഴുവൻ പറയാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും നമ്മുടെ വീടുകളിലോ അതുപോലെ തന്നെ നമ്മുടെ മഹല്ല് പള്ളികളിലോ ഇത് ചൊല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പോയി ഭാഗവാക്കാകരുത്. അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ നമ്മൾ ഉണ്ടാവരുത്. അതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള പരിപാടികളാണെങ്കിലും നമ്മൾ ഉണ്ടാകരുത്. കാരണം അപകടകരമായ ശിർക്കിന്റെ വഴികൾ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അതിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞൊളിപ്പിച്ചു വെച്ച മാരകമായ അപകടം നിറഞ്ഞ വിശ്വാസ വഞ്ചനയാണ്, വിശ്വാസ ജീർണതയാണ് മങ്കൂസ് മൗലൂദ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിവിനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകുമാറാകട്ടെ. വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രാവശ്യത്തെ റബീഉൽ അവ്വൽ 12 ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? പത്രങ്ങളിലേക്ക് വന്ന് കണ്ടിട്ടുള്ള ഒരു അറിവാണ്, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. തിങ്കളാഴ്ച ദിവസമാണ് ഇപ്രാവശ്യത്തെ റബീഉൽ അവ്വൽ 12 വരുന്നത്. തിങ്കളാഴ്ച ദിവസം. റബീഉൽ അവ്വൽ 12-നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു തെളിവില്ല. പല ഡേറ്റുകളും പലരും പറയുന്നുണ്ട്. കാരണം നബി ജനിക്കുമ്പോൾ നബി ആയിരുന്നു അല്ല, അബ്ദുള്ളയുടെ മകൻ, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ റസൂൽ ജനിക്കുമ്പോൾ. പിന്നീടാണ് പ്രവാചകനാകുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ റസൂൽ ആരാണ്? പ്രവാചകനാണ്. മരണത്തിന്റെ തീയതി ഏകദേശം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പല ചരിത്ര സ്രോതസ്സുകളും പറയുന്നത് ആ മരണത്തിന്റെ തീയതി എത്രയാണ്? റബീഉൽ അവ്വൽ 12-ആണ്. യൗമു വഫാത്തുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ ദിവസം. പ്രിയപ്പെട്ടവർ, ഏതായാലും ഇനി റബീഉൽ അവ്വൽ 12 തന്നെയാണ് റസൂല് ജനിച്ചതെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന പല ആളുകളുണ്ടല്ലോ. അവര് ഇപ്രാവശ്യം വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാവാൻ സാധ്യതയുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ചകളിൽ നോമ്പെടുക്കുകയായിരുന്നു. ആ നോമ്പെടുക്കുന്നതിനെ കുറിച്ച് സ്വഹാബത്ത് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, അതിന്റെ നന്ദി സൂചകമാണ്. റസൂല് ജനിച്ചത് നമുക്ക് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? തീർച്ചയായും, ഒരു സംശയമില്ല വിഷയത്തിൽ. റസൂല് ജനിച്ചു, റസൂല് വന്നു, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. ആ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? പള്ളികളിൽ കൂടുതൽ ലൈറ്റുകൾ തെളിയിച്ചിട്ടല്ല,
ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും തമ്മിൽ വേർതിരിച്ചറിയാനാവാത്ത വിധം അലങ്കാരങ്ങൾ കൊണ്ട് നിറയുകയാണ്. ക്രിസ്ത്യാനികൾ ക്രിസ്മസിനും മുസ്ലിങ്ങൾ നബിദിനത്തിനും. എന്ത് വ്യത്യാസമാണ് നമ്മൾ അവരും തമ്മിൽ പിന്നുള്ളത് പ്രിയപ്പെട്ടത്? ആലോചിച്ചു നിങ്ങൾ. അതാണോ യഥാർത്ഥത്തിൽ? അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെയാണോ സന്തോഷിക്കേണ്ടത്? തോരണം കിട്ടിയിട്ടാണോ സന്തോഷിക്കേണ്ടത്? ഘോഷയാത്ര നടത്തി വാഹനങ്ങൾ മുഴുവൻ ബ്ലോക്കാക്കി അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ആംബുലൻസ് കിടന്നാൽ ആംബുലൻസിൽ ജീവന് വേണ്ടി പടയുന്ന മനുഷ്യൻ, ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുകയോ ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്തുകയോ എത്രമാത്രം ഗുരുതരമായ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ ജനിച്ച ദിവസത്തിന്റെ സന്തോഷ സൂചകമായി ആ സന്തോഷം പ്രകടിപ്പിക്കാൻ നോമ്പെടുത്തുവെങ്കിൽ ഇപ്രാവശ്യത്തെ കേരളക്കരയിലെ നബിദിനാഘോഷം നോമ്പെടുത്തുകൊണ്ടാവട്ടെ. ചോറ് വെക്കാതെ, പള്ളിക്കറിയില്ലാതെ, ചോറ് വിളമ്പലില്ലാതെ, ആഘോഷങ്ങളും തോരണങ്ങളും കൊട്ടും പാട്ടുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തിന്റെ നന്ദി സൂചകമായി നോമ്പെടുത്തിട്ട് പള്ളികളിൽ വന്നിരുന്ന ഇബാദത്തിൽ മുഴുകാൻ, ആ പ്രവാചകന്റെ സുന്നത്തിനെ ഇനിയുള്ള കാലം അനുധാവനം ചെയ്യുമെന്ന പ്രതിജ്ഞയെടുക്കാൻ സാധിക്കുമോ നമ്മുടെ ഉമ്മത്തിന്? ഇല്ല. ഉമ്മത്തിനെല്ലാം ആഘോഷമാണ്. കല്യാണമാഘോഷം, മരണമാഘോഷം, ജനനമാഘോഷം, കുടിയിരിക്കൽ ആഘോഷം, എല്ലാ ആഘോഷം, കൂട്ടത്തിലൊരു മീലാദ് നബി ആഘോഷം. അള്ളാഹു കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അറിയുക, വിശ്വാസം ജീർണിച്ചു പോയാൽ പിന്നെ നമുക്കൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു നേട്ടമുണ്ടായിട്ട് കാര്യമില്ല. എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര സമ്പാദ്യം ഉണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹു നമ്മുടെ വിശ്വാസത്തെ പടുങ്കുപോലെ മിനുങ്ങുന്ന പവിത്രതയും പരിശുദ്ധിയും ഒന്നാക്കി മാറ്റി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റി യഥാർത്ഥ മുത്തബിഉ സുന്നകളായി ലോകത്ത് ജീവിച്ചു പഠിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.